ഇന്ന് ഞങ്ങൾ ഈ കലാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു ദിവസമാണ്. ഇത് പ്രാർത്ഥനാത്മകമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആണെന്ന് ഞങ്ങളോടൊപ്പം നിങ്ങൾ വിശ്വസിക്കുമെന്ന് ഞങ്ങൾക്കറിയാം. നമ്മൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വേളയായിട്ട് ഇത് തീരണം. ഇവിടെ നമ്മളിനി തിരി തെളിക്കും. പ്രകാശം നിങ്ങളുടെ കയ്യിലെല്ലാം ഒരു തിരി തന്നിട്ടുണ്ട്. നമ്മൾ ദീപാവലിക്ക് ശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പടക്കത്തിൻ്റെയും ഒക്കെ ആഘോഷങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. പ്രകാശത്തിൻ്റെ ഒരു വലിയ ആഘോഷമായിരുന്നല്ലോ ദീപാവലി. അപ്പോൾ നമ്മളുടെ മനസ്സിലെ അന്ധകാരം മാറ്റി പ്രകാശം നമ്മളുടെ മനസ്സിൽ നിറയ്ക്കുന്ന ഒരു പ്രവർത്തനം നടത്തുന്നവരെയാണ് നമ്മൾ അധ്യാപകരെന്ന് പറയുന്നത്. പ്രകാശം കൊടുക്കുന്നവർ, സമൂഹത്തിലെ മനസ്സിലെ തന്നെ ഉള്ളിലെ അന്ധകാരം മാറ്റാൻ സാധിക്കാത്തവർ ഒരിക്കലും ഒരു അധ്യാപകനാകാൻ സാധിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ അധ്യാപന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് ഒരു ഗുരുവായിട്ട് തീരുവാനുള്ള ഒരു അനുഗ്രഹം നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഇവിടെ നിന്ന് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങളൊരു ഗുരുവായിട്ടാണ് മാറേണ്ടത്. ഒരു അധ്യാപകനായിട്ട് സമൂഹത്തിൽ മാറാനായിട്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അതിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നിമിഷമാണ്. അതുകൊണ്ട് ഇന്നത്തെ ദിവസത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലാണ് നടക്കുന്നത്. ഇത് ഒരു പ്രാർത്ഥനാ ദിനമായിട്ട് ഞങ്ങൾ ഇതിനെ കാണുന്നു. നിങ്ങളുടെ മനസ്സുകളിൽ നല്ല ഓർമ്മകളായിട്ട് പ്രാർത്ഥനയുടെ അനുഭവങ്ങൾ ഈ ദിവസം സമ്മാനിക്കുമെന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും, ടീച്ചേഴ്സ് എല്ലാവരും ഒന്നായി ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനാ വേളയിൽ നമ്മുടെ ആത്മാവ് പറയുന്നത് നമ്മൾ ശ്രമിക്കണം. ആത്മാവിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലണം. അങ്ങനെ ഒരു യഥാർത്ഥ അന്വേഷകൻ ഒരു പ്രാർത്ഥനാബദ്ധമായ ജീവിതത്തിന് ഉടമയായിരിക്കണം. ഒരു പ്രാർത്ഥന അനുഭവം നമുക്കുണ്ടാവണം. മതത്തിനും ജാതിക്കും വിശ്വാസങ്ങൾക്കും അതീതമായി നമ്മെ ഒന്നിപ്പിക്കുന്നത് നമ്മുടെ മാനുഷികതയാണ്, നമ്മിലെ ആത്മീയതയാണ്, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവാണ്. അനശ്വരമായ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട് എന്ന ബോധ്യമാണ് നമ്മെ മനുഷ്യരാക്കുന്നത്. ഈ ആത്മാവിലേക്കാണ് നമ്മൾ വളരേണ്ടത്. പരമാത്മാവിലേക്കുള്ള ഈ വളർച്ചയാണല്ലോ മനുഷ്യ ജന്മത്തിൻ്റെ സായുജ്യമായി എല്ലാ മതങ്ങളും നമ്മെ പഠിപ്പിക്കുന്നു. ജീവാത്മാവിൽ നിന്നും പരമാത്മാവിലേക്കുള്ള ഈ പ്രയാണത്തിൽ നാം എല്ലാം നിരന്തരമായ അന്വേഷണത്തിൻ്റെ പാതയിലാണ്. സെൻറ് ജോസഫ് ട്രെയിനിങ് കോളേജ് എന്ന വിദ്യാപീഠത്തിൽ നമ്മുടെ അന്വേഷണങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നു. ഈ അന്വേഷണം ഏറ്റവും ആത്മാർത്ഥതയോടെ, വിശ്വസ്തയോടെ സാർത്ഥകമാക്കുവാൻ നമുക്ക് സാധിക്കണം. അതിനായിട്ടായിരിക്കട്ടെ ഇനിയുള്ള നമ്മുടെ ശ്രമങ്ങൾ. ഏറ്റവും ഫ്രണ്ടിൽ പോയിട്ട് മൊത്തത്തിൽ ഒന്ന് പറയുക. ദൈവം തന്നതല്ലാതെ ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് വേണ്ടതെല്ലാം നൽകി ഇന്നോളം നമ്മെ പരിപാലിച്ച ആ ദൈവിക ശക്തിക്ക് നന്ദി പറയാം.
ഇന്ന് ഒരു പുതിയ ബന്ധാവിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുകയാണ്. ഒരു വിദ്യാർത്ഥിയിൽ നിന്നും അധ്യാപകനിലേക്കുള്ള യാത്ര ഇന്നിവിടെ ആരംഭിക്കുകയാണ്. ഇതിന് നിങ്ങളെ പ്രാപ്തരാക്കിയ നിങ്ങളുടെ മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും സഹോദരങ്ങളെയും സുഹൃത്തുക്കളെയും ഈ അവസരത്തിൽ നമുക്ക് നന്ദിയോടെ ഓർമ്മിക്കാം. മാന്നാരം കുന്നൻ മനസ്സിൽ കണ്ടിടേണം ഞാൻ അധ്യാപന ജോലി എന്നാൽ ശുശ്രൂഷയല്ലേ. ഓ എൻ്റെ ദൈവമേ, പ്രാണന്റെ ഗേഹമേ, നിന്നിൽ മറയട്ടെ ഞാൻ. തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല ഭാഗ്യത്തിൽ. നമ്മളായിരിക്കുന്നതെന്തോ അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് നമുക്ക് അംഗീകരിക്കാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇവിടെ വരെ നമ്മെ കൈപിടിച്ച് നടത്തിയ ആ സ്നേഹത്തിന് മുമ്പിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ആദിനായകനായ സർവേശ്വരൻ ആദത്തിൻ സുതനായി ചമച്ചെന്നെയും ആയതിനെന്തു കാരണം ദൈവമേ ആദിഹീനന നിന്റെ ദയ തന്നെ എന്ന് പ്രാർത്ഥിച്ച വിശുദ്ധ ചാവറേച്ചൻ്റെ സന്നിധിയിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. 1846 സ്ഥാപിതമായ സംസ്കൃത കളരിയിൽ നിന്ന് വിദ്യയുടെ ആദ്യ വെളിച്ചം കേരളക്കരയാകെ പരത്തിയ പുണ്യഭൂമി. നിങ്ങളുടെ ഉള്ളിലെ അന്ധകാരം നീക്കി വിദ്യയുടെ വെളിച്ചം നിറയ്ക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകണം. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുവാനും ദൈവാനുഭവത്തിൽ വളരുവാനും നിങ്ങൾക്ക് സാധിക്കണം. അധ്യാപക വൃത്തിയിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ അറിവിൻ്റെ വെളിച്ചമേകി പ്രബുദ്ധരാക്കണമേ. നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. പഠിതാവും നേതാവുമാകുന്നിടത്തു നിന്നാണ് നമ്മുടെ ജീവിതയാത്ര തുടരുന്നത്. പഠനം നിർത്തുന്നിടത്ത് മരണവും സംഭവിച്ചിരിക്കും. നിരന്തരമായ പഠനവും മനനവും ധ്യാനവും ഒക്കെ ചേർന്നതാണ് ജീവിതത്തിൻ്റെ രസക്കൂട്ട്. അതിൽ നിന്നും അല്പം ആസ്വദിക്കാൻ നിങ്ങൾക്കാകട്ടെ. നല്ലൊരു അധ്യാപകൻ നല്ലൊരു പഠിതാവ് കൂടിയാണ് എന്ന സത്യം നമുക്ക് അനുദിനം ഓർക്കാവുന്നതാണ്. ജീവിതമാകുന്ന പാഠപുസ്തകത്തിൻ്റെ ചുരുളഴിക്കുവാൻ ഉരുന്നു മനസ്സുകളിൽ അക്ഷരത്തിൻ്റെ അഗ്നിയായി നിങ്ങൾ രൂപപ്പെടട്ടെ. എല്ലാവർക്കും പ്രാർത്ഥനാ നിർഭരമായ ആശംസകൾ.
സർവശക്തനായ ദൈവമേ, അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് നമ്മളോട് പുതിയ സർവശക്തനായ ദൈവമേ, അങ്ങയോടൊപ്പം ഞാൻ സഞ്ചരിക്കുന്നു. ജനിച്ചു വീണ നിമിഷം മുതൽ എന്നെ കരം പിടിച്ച് എന്നെ വളർത്തി ഇവിടെ വരെ എത്തിച്ച എൻ്റെ മാതാപിതാക്കളോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ വീഴ്ചയിൽ വേദനിക്കുകയും എൻ്റെ വീഴ്ചകളിൽ അഭിനന്ദിക്കുകയും ആനന്ദിക്കുകയും ചെയ്ത മാതാപിതാക്കളോടുള്ള സ്നേഹവും കരുണയും ഞാൻ ഇവിടെ അർപ്പിക്കുന്നു. അക്ഷരബന്ധത്തേക്ക് കടന്നു വന്ന എന്നെ ആദ്യ അക്ഷരം മുതൽ ഇവിടം വരെ പഠിപ്പിച്ച ഗുരുപൂതരെ ഞാൻ ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. എൻ്റെ വേദനകളിൽ എന്നോടൊപ്പം നിന്ന, എൻ്റെ സന്തോഷങ്ങളിൽ എന്നോടൊപ്പം നിന്ന എൻ്റെ സഹോദരങ്ങളെ, ഈ സമൂഹത്തിലെ സ്തുതി പാടിടും എൻ്റെ ആത്മനാഥ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. മറികടന്ന് വിദ്യ എന്ന വെളിച്ചം പകർന്നു നൽകിയ മിസ്റ്റർ ചാവറയച്ചൻ്റെ മണ്ണിലാണ് നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരുപാട് കുഞ്ഞു ഹൃദയങ്ങളിൽ അറിവിൻ്റെ നാളം പകരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനായി സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും കാരുണ്യവും എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മകളും എനിക്കേകിടും ദയ